പാകിസ്ഥാന്റെ പിടിയിലായ ആദ്യ 24 മണിക്കൂറിൽ വിംഗ് കമാൻഡർ അഭിനന്ദൻ വർത്തമാൻ നേരിട്ടത് കടുത്ത പീഡനം. വിവരങ്ങൾ ചോർത്തുന്നതിനായി അഭിനന്ദനെ പാക് സൈനികർ മണിക്കൂറുകളോളം നിർത്തിച്ചു. മാത്രമല്ല, ഉച്ചത്തിൽ പാട്ടുവെച്ച് ഉറങ്ങാൻ പോലും അനുവദിച്ചില്ല. കുടിക്കാൻ വെള്ളം പോലും നൽകിയില്ല. അഭിനന്ദനെ മർദ്ദിച്ചതായും സൂചനയുണ്ട്. ഡൽഹിയിലെ സൈനികാശുപത്രിയിൽ നടക്കുന്ന ഡീബ്രീഫിംഗിനിടെയാണ് അഭിനന്ദൻ ഇക്കാര്യങ്ങൾ വിശദീകരിച്ചത്. ശത്രു രാജ്യത്തിന്റെ പിടിയിലാകുന്ന സൈനികർ ഇന്ത്യയുടെ സൈനിക വിന്യാസത്തെക്കുറിച്ചും ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന റേഡിയോ ഫ്രീക്വൻസിയെക്കുറിച്ചും ആദ്യ 24 മണിക്കൂറെങ്കിലും മിണ്ടരുതെന്നാണ് നിർദ്ദേശം. ആ സമയത്തിനുള്ളിൽ റേഡിയോ ഫ്രീക്വൻസിയിലും സൈനിക വിന്യാസത്തിലും മാറ്റം വരുത്താനാണിത്. വലിയ തോതിലുള്ള പീഡനങ്ങൾക്കിരയായിട്ടും അഭിനന്ദൻ നിർദ്ദേശം അക്ഷരം പ്രതിപാലിച്ചു. തടവിലുണ്ടായ 60 മണിക്കൂറിൽ കുറച്ചുനേരം മാത്രമേ പാക് വ്യോമസേന അഭിനന്ദനെ ചോദ്യം ചെയ്തിരുന്നുള്ളൂ എന്നും വിവരമുണ്ട്. ബാക്കി സമയം മുഴുവൻ കരസേനയുടെ കസ്റ്റഡിയിലായിരുന്നു. അഭിനന്ദനെ തടവിലാക്കിയതിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ പ്രതിഷേധമുയർന്നപ്പോഴാണ് ഇവരുടെ നിലപാടിൽ അയവ് വന്നത്. നല്ല രീതിയിലാണ് തടവുകാരോട് ഇടപെടുന്നതെന്ന് അറിയിക്കാൻ പിന്നീട് വീഡിയോ പ്രചരിപ്പിക്കുകയും ചെയ്തു. 4 സംഘങ്ങളായി തിരിഞ്ഞാണ് ഉദ്യോഗസ്ഥർ ഡീബ്രീഫിംഗ് നടത്തുന്നത്. MiG-21 വിമാനം തകർന്ന് പാരച്യൂട്ടിൽ ചാടുന്നതിനിടയിൽ പാക് പ്രദേശത്തേക്ക് പാകിസ്ഥാന്റെ F-16 വിമാനം വീഴുന്നതായി കണ്ടെന്ന് അഭിനന്ദൻ വ്യക്തമാക്കിയിട്ടുണ്ട്. മിഗിലുണ്ടായിരുന്ന അഭിനന്ദൻ പാക് വിമാനത്തിന് നേരെ R-73 മിസൈൽ പ്രയോഗിക്കുന്നതിനിടയിൽ ഇരു വിമാനവും കൂട്ടിമുട്ടുകയായിരുന്നു. എന്നാൽ തങ്ങളുടെ F-16 തകർന്നിട്ടില്ലെന്നാണ് പാകിസ്ഥാൻ വാദിക്കുന്നത്. അമേരിക്കയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള F-16 അതിർത്തി കടന്നുള്ള ആക്രമണത്തിന് ഉപയോഗിക്കരുതെന്ന് വ്യവസ്ഥയുള്ളതാണ് പ്രധാന കാരണം. ഫെബ്രുവരി 27-ന് അതിർത്തി കടന്നെത്തിയ പാക് പോർ വിമാനങ്ങൾ ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി നീങ്ങുമ്പോഴാണ് അഭിനന്ദൻ പ്രത്യാക്രമണം നടത്തിയത്. ഇതിനിടയിലാണ് വിമാനം തകർന്ന് പാക് അതിർത്തിയിൽ വീഴുന്നതും. വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.